ഒരു വലിയ കൊട്ടാരത്തിലെ രാജാവിൻ്റെ കഥയാണ്. രാജാവ് ഒരു ദിവസം തൻ്റെ മട്ടുപ്പാവയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രാജാവ് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ്. നമ്മളെ ഈ വീഡിയോയിലെ ടോപ്പിക്ക് പോലെ തന്നെ രാജാവിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പല കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് പല ചിന്തകളിൽ കുടുങ്ങിക്കൊണ്ട് രാജാവിൻ്റെ മനസ്സമാധാനം പാടെ ഇല്ലാതായിട്ടുണ്ട്. ഈ സമയത്താണ് രാജാവ് ശ്രദ്ധിക്കുന്നത് തൻ്റെ റൂമിൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു ഭടൻ വളരെ സന്തോഷവാനാണ്, ഭയങ്കര ഹാപ്പിയാണ്. ആൾ ഫുൾ ടൈം ചിരിച്ചും കളിച്ചുമാണുള്ളത്. അപ്പം രാജാവ് ഇങ്ങനെ തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്ര ഹാപ്പിനെസ്സിന്, അദ്ദേഹം എങ്ങനെയാണ് മനസ്സമാധാനത്തോടു കൂടി ആ ചെറിയ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ സമയത്ത് മന്ത്രി പറയുകയാണത്, അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ രാജാവിനോട് പറയാണ്, ഒരു സഞ്ചിയിൽ 99 നാണയങ്ങൾ ഇട്ടിട്ട് അത് നല്ല പോലെ കെട്ടിയിട്ട് അതിന് പുറത്ത് എഴുതി വെക്കുക, ഈ 100 നാണയങ്ങൾ നിനക്ക് രാജാവിൻ്റെ വകയുള്ള സമ്മാനമാണ് എന്നുള്ളത്. അങ്ങനെ ഈ സഞ്ചി എന്ത് ചെയ്യാണ്, ഈ കാവൽക്കാരന് കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ ഇത് വാങ്ങിയ കാവൽക്കാരൻ എന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഭാര്യയോട് പറയുന്നുണ്ട്, എനിക്ക് രാജാവ് 100 സ്വർണ്ണ നാണയങ്ങൾ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഭാര്യയായിട്ട് ഈ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. ശേഷം എന്ത് ചെയ്യാണ്, ആ കിട്ടിയിട്ടുള്ള സ്വർണ്ണ നാണയം കൗണ്ട് ചെയ്യാണ്. അതിങ്ങനെ ഓരോന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് അതിലാകെ 99 എണ്ണമേ ഉള്ളൂ. ഇത് കണ്ട സമയത്ത് ആൾക്കൊരു ഡൗട്ട്, എണ്ണിയത് തെറ്റിയതാണോ, ഒന്നും കൂടി എണ്ണണോ, അങ്ങനെ ഒന്നും കൂടി എണ്ണാണ്. അങ്ങനെ പല ആവർത്തി എണ്ണി അദ്ദേഹം എന്ത് ചെയ്യാണ്, ടെൻഷൻ അടിക്കുകയാണ്. എവിടെ വെച്ചിട്ടാണ് എൻ്റെ ആ ഒരു നാണയം നഷ്ടപ്പെട്ടത് എന്ന് ആലോചിച്ച് എന്ത് ചെയ്യാണ്, അദ്ദേഹം തിരിച്ച് രാത്രി ആ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വന്ന മുഴുവൻ വഴിയും തിരിച്ച് നടന്ന് അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്, എവിടെയാണ് ആ ഒരു സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടത് എന്ന്. അങ്ങനെ അന്ന് മുഴുവൻ തിരഞ്ഞു, കിട്ടിയിട്ടില്ല. പിറ്റേന്ന് ഉറക്കിൻ്റെ ക്ഷീണവും രാത്രിയിലെ അലച്ചിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം ആ ഭടൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം എന്ത് ചെയ്തിട്ടുണ്ട്, ആകെ വാടിയിട്ടുണ്ട്, ആകെ തളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ട രാജാവ് മന്ത്രിയോട് പറയാണ്, എന്തായിരിക്കും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടാവുക എന്ന്. ആ സമയത്ത് മന്ത്രി പറയാണ്, അവന് കിട്ടിയിട്ടുള്ള 99 നാണയങ്ങളിലേക്ക് അവൻ ഫോക്കസ് ചെയ്തില്ല, അവന് നഷ്ടപ്പെട്ട ഒന്നിലേക്കാണ് അവൻ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സമാധാനം അവിടെ നഷ്ടപ്പെട്ടു.